Good morning, students. Today we are going to continue our discussion on the topic depreciation. Okay. അപ്പോൾ നമുക്ക് ഇന്ന് അൺഅബ്സോർബ്ഡ് ഡിപ്രീസിയേഷൻ എന്താന്ന് നോക്കാം. വാട്ട് ഈസ് അൺഅബ്സോർബ്ഡ് ഡിപ്രീസിയേഷൻ? അൺഅബ്സോർബ്ഡ് അതായത് ചില കേസിൽ ഡിപ്രീസിയേഷൻ റൈറ്റ് ഓഫ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള സഫീഷ്യന്റ് ആയിട്ടുള്ള പ്രോഫിറ്റ് ഇല്ലാത്ത കേസിൽ നമ്മൾ ബാലൻസ് വരുന്ന ഡിപ്രീസിയേഷൻ നമ്മൾ നെക്സ്റ്റ് ഇയറിലേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യും. അങ്ങനെയുള്ള ഡിപ്രീസിയേഷൻ ആണ് നമ്മൾ അൺഅബ്സോർബ്ഡ് ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ 1 lakh rupees ആണ് നമുക്ക് പ്രോഫിറ്റ് ആയിട്ട് കിട്ടിയിട്ടുള്ളത്. 1 lakh rupees ആണ്. നമുക്ക് ഡിപ്രീസിയേഷൻ 1,50,000 ഉണ്ട് എന്ന് വിചാരിക്കാം. അപ്പൊ ഇവിടെ എന്താണ്? പ്രോഫിറ്റ് ഈസ് നോട്ട് സഫീഷ്യന്റ് ഫോർ ഡിഡക്റ്റിംഗ് ദ ഡിപ്രീസിയേഷൻ. ഡിപ്രീസിയേഷൻ ഡിഡക്ട് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള സഫീഷ്യന്റ് ആയിട്ടുള്ള പ്രോഫിറ്റ് ഇവിടെ ഇല്ല. അപ്പൊ ബാക്കി വരുന്ന അതായത് 1 lakh rupeesല് 1 lakh ഡിപ്രീസിയേഷൻ പോകും. ബാക്കിയുള്ള 50,000 രൂപ നമ്മൾ എന്താണ്? അൺഅബ്സോർബ്ഡ് ഡിപ്രീസിയേഷൻ എന്നാണ് പറയുന്നത്. അതായത് ഒരു ഫിനാൻഷ്യൽ ഇയറിൽ ഡിപ്രീസിയേഷൻ സെറ്റ് ഓഫ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള സഫീഷ്യന്റ് ആയിട്ടുള്ള പ്രോഫിറ്റ് ഇല്ല എങ്കിൽ അവിടെ ബാലൻസ് വരുന്ന അല്ലെങ്കിൽ അവിടെ നമുക്ക് റൈറ്റ് ഓഫ് ചെയ്യാൻ പറ്റാത്ത ഡിപ്രീസിയേഷൻ നമ്മൾ എന്താ പറയുന്നത്? അൺഅബ്സോർബ്ഡ് ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ അൺഅബ്സോർബ്ഡ് ഡിപ്രീസിയേഷൻ ഉണ്ട് എങ്കിൽ തൊട്ടടുത്ത ഫിനാൻഷ്യൽ ഇയറിലെ പ്രോഫിറ്റിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? ഈ അൺഅബ്സോർബ്ഡ് ഡിപ്രീസിയേഷൻ ലെസ് ചെയ്യാം. ഈ 50,000 എന്ന് പറയുന്ന അൺഅബ്സോർബ്ഡ് ഡിപ്രീസിയേഷൻ ആണ്. അപ്പൊ നെക്സ്റ്റ് ഇയർ വരുന്ന സമയത്ത് അതിലെ പ്രോഫിറ്റിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? ഈ അൺഅബ്സോർബ്ഡ് ഡിപ്രീസിയേഷൻ മൈനസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഓക്കെ. അപ്പൊ ഇതിന്റെ ട്രീറ്റ്മെന്റ് എന്താണ് മനസ്സിലാവുന്നതിന് വേണ്ടി മാത്രം നമുക്കൊരു പ്രോബ്ലം ചെയ്യാം. ചെറിയൊരു പ്രോബ്ലം ആണ്. ഞാൻ ക്വസ്റ്റ്യൻ വായിക്കാം. Show how the unabsorbed amount of depreciation is adjusted. The figures relating to profit for depreciation are given below. First one പറയുന്നത് depreciation of previous year 2017-18. 2017-18 previous year ലെ depreciation പറയുന്നുണ്ട് 3 lakh. Then next profit for the previous year 2017-18. 2017-18 ലെ പ്രോഫിറ്റും പറയുന്നുണ്ട് 1 lakh. Then അടുത്ത പറയുന്നത് depreciation for the previous year 2018-19 എത്ര പറയുന്നത് 70,000. Profit for the previous year 2018-19 2 lakh. ഓക്കെ. അപ്പൊ നമ്മളോട് അൺഅബ്സോർബ്ഡ് ഡിപ്രീസിയേഷന്റെ ട്രീറ്റ്മെന്റ് എങ്ങനെയാന്ന് നോക്കാം. ഓക്കെ. അപ്പൊ ആദ്യം നമ്മൾ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നിട്ടുള്ള ആദ്യത്തെ ആയിട്ട് എഴുതുക പ്രോഫിറ്റ് ഫോർ ദ പ്രീവിയസ് ഇയർ 2017-18 അല്ലേ? ഓക്കെ. എത്ര വരുന്നത്? 1 lakh rupees. പ്രോഫിറ്റ് കിട്ടിയിട്ടുള്ളത് 1 lakh ആണ്. 2017-18 പ്രോഫിറ്റ് കിട്ടിയിട്ടുള്ളത് 1 lakh ആണ്. ഓക്കെ. അപ്പൊ ലെസ് ഡിപ്രീസിയേഷൻ for the year. Depreciation for the year. അതായത് 2017-18 ലെ ഡിപ്രീസിയേഷൻ അത് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. എത്രയാണ്? 3 lakh. ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് 3 lakh. ഇവിടെ നോക്കുക, ഇവിടെ അൺഅബ്സോർബ്ഡ് ഡിപ്രീസിയേഷൻ വന്നു. കാരണം പ്രോഫിറ്റ് 1 lakhും ഡിപ്രീസിയേഷൻ 3 lakhും ആണ്. അപ്പൊ അവിടെ എന്താണ്? പ്രോഫിറ്റ് ഈസ് നോട്ട് സഫീഷ്യന്റ് ടു റൈറ്റ് ഓഫ് ദ ഡിപ്രീസിയേഷൻ. റൈറ്റ് ഓഫ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സഫീഷ്യന്റ് ആയിട്ടുള്ള പ്രോഫിറ്റ് അവിടെ ഇല്ല. ബാലൻസ് വരുന്ന 2 lakh എന്താണ്? അൺഅബ്സോർബ്ഡ് ഡിപ്രീസിയേഷൻ ക്യാരി ഫോർവേഡ്. അൺഅബ്സോർബ്ഡ് ഡിപ്രീസിയേഷൻ ക്യാരി ഫോർവേഡ്. Unabsorbed depreciation carry forward. എത്രയാണ്? 2 lakh. Carry forward means നെക്സ്റ്റ് ഇയറിലേക്ക് നെക്സ്റ്റ് ഇയറിൽ നിന്ന് റൈറ്റ് ഓഫ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ക്യാരി ഫോർവേഡ് ചെയ്തു. ഓക്കെ. ഇതിന് അടുത്ത് 2018-19 ചെയ്യാം. രണ്ടാമത്തെ പ്രോഫിറ്റ് ഫോർ 2018-19 പ്രോഫിറ്റ് വന്നിട്ടുണ്ട്. എത്രയാണ്? 2 lakh. Then less depreciation ആ ഇയറിലെ ഡിപ്രീസിയേഷൻ എത്രയാണ്?
കോസ്റ്റിൽ തന്നിട്ടുണ്ട് 70,000. ലെസ് ചെയ്യുക 1,30,000. 1,30,000. ഓക്കെ, 2 ലക്ഷം പ്രോഫിറ്റ് ഉണ്ട്. ആ ഒരു ഇയറിൽ 70,000 ഡിപ്രീസിയേഷൻ ഉള്ളൂ. ബാലൻസ് പ്രോഫിറ്റ് വരുന്നത് 1,30,000. ഇനി എന്ത് ചെയ്യുക, തൊട്ട് മുമ്പത്തെ വർഷം അതായത് 2017-18 അൺഅബ്സോർബ്ഡ് ഡിപ്രീസിയേഷൻ ക്യാരി ഫോർവേഡ് ചെയ്ത് വെച്ചിട്ടുള്ള ഡിപ്രീസിയേഷൻ എന്ത് ചെയ്യുക, ഇവിടെ സെറ്റ് ഓഫ് ചെയ്യുക. ലെസ് അൺഅബ്സോർബ്ഡ് ഡിപ്രീസിയേഷൻ. എത്രയാണ് അൺഅബ്സോർബ്ഡ് ഡിപ്രീസിയേഷൻ? പ്രീവിയസ് ഇയറിൽ 2017-18 അൺഅബ്സോർബ്ഡ് ഡിപ്രീസിയേഷൻ എത്രയാണ്? 2 lakh. അപ്പൊ ഇവിടെ നോക്കുക, 1,30,000 ആണ് ബാലൻസ് പ്രോഫിറ്റ് ഉള്ളത്. നമുക്ക് ലെസ് ചെയ്യാനുള്ള അൺഅബ്സോർബ്ഡ് ഡിപ്രീസിയേഷൻ 2 lakh. അപ്പൊ അവിടെ എന്താണ്, സഫിഷ്യന്റ് അല്ല. അവിടെ നമുക്ക് പ്രോഫിറ്റ് എന്താണ്, സഫിഷ്യന്റ് ആയിട്ടില്ല. അപ്പൊ ബാലൻസ് വരുന്ന 70,000 അതെന്താണ്, അൺഅബ്സോർബ്ഡ് ഡിപ്രീസിയേഷൻ ക്യാരി ഫോർവേഡ്. Unabsorbed depreciation carry forward to next year. ആ 70,000 ചെയ്തു, തൊട്ടടുത്ത കൊല്ലത്തേക്ക് ക്യാരി ഫോർവേഡ് ചെയ്തു. അപ്പൊ നമ്മൾ അൺഅബ്സോർബ്ഡ് ഡിപ്രീസിയേഷന്റെ ഒരു ട്രീറ്റ്മെന്റ് മനസ്സിലാകാൻ വേണ്ടി മാത്രം ചെയ്ത പ്രോബ്ലം ആണ്. ഓക്കെ, അപ്പൊ അൺഅബ്സോർബ്ഡ് ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രോഫിറ്റ് സഫിഷ്യന്റ് ആയിട്ടില്ലെങ്കിൽ അവിടെ ഡിപ്രീസിയേഷൻ എഴുതി തള്ളുന്നതിന് ആവശ്യമായിട്ടുള്ള പ്രോഫിറ്റ് ഇല്ല എങ്കിൽ അവിടെ അൺഅബ്സോർബ്ഡ് ഡിപ്രീസിയേഷൻ വരികയും അത് തൊട്ടടുത്ത വർഷത്തെ പ്രോഫിറ്റിൽ നിന്ന് റൈറ്റ് ഓഫ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, നമുക്ക് വേറൊരു പ്രോബ്ലം കൂടി വർക്ക്ഔട്ട് ചെയ്ത് നോക്കാം ഡിപ്രീസിയേഷന്റെ. ഞാൻ ക്വസ്റ്റ്യൻ വായിക്കാം. A firm of chartered accountants give you the following information in respect of their various assets. You are required to calculate the amount of allowable depreciation in relation to assets. കുറെ അസറ്റ്സ് തന്നിട്ടുണ്ട്, അതിന്റെ മുകളിൽ ഡിപ്രീസിയേഷൻ കാണാനാണ് പറയുന്നത്. ഓക്കെ, ബിൽഡിംഗ് 5 lakh. ബിൽഡിങ്ങിന്റെ മുകളിൽ നമ്മൾ ചാർജ് ചെയ്യുന്ന റേറ്റ് 10% ആണ്. ദെൻ ഫർണിച്ചർ 1 lakh. ഫർണിച്ചറിന്റെ മുകളിൽ നമ്മൾ ചാർജ് ചെയ്യുന്ന ഡിപ്രീസിയേഷൻ 10% ആണ്. കാർ ഫോർ ഒഫീഷ്യൽ യൂസ്. കാറിന്റെ മുകളിൽ നമ്മൾ ചാർജ് ചെയ്യുന്ന ഡിപ്രീസിയേഷൻ 15% ആണ്. ഇതൊക്കെ ഓൾറെഡി നിങ്ങൾക്ക് അതിൽ നോട്ടിലുണ്ട്, മറച്ചു വെച്ച് കാണാം. ഓക്കെ, ദെൻ ബുക്സ് ഫോർ പ്രൊഫഷണൽ യൂസ്. ആനുവൽ പബ്ലിക്കേഷന് വേണ്ടിയിട്ടുള്ള പബ്ലിക്കേഷൻ ആയിട്ടുള്ള ബുക്സ് ആണെങ്കിൽ 40% ആണ് ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്നത്. കമ്പ്യൂട്ടേഴ്സ് അതുപോലുള്ള ഇലക്ട്രോണിക് ആയിട്ടുള്ള സാധനങ്ങളുടെ മുകളിലൊക്കെ നമ്മൾ ചാർജ് ചെയ്യുന്ന ഡിപ്രീസിയേഷൻ 40% ആണ്. ഇപ്പൊ ഇത്രയും ഐറ്റംസ് നമുക്ക് തന്നിട്ടുള്ളത്. ദെൻ നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുള്ളത് ഇതിന്റെ മൊത്തം ഡിപ്രീസിയേഷൻ ആണ്. ഓരോ അസറ്റിന്റെ മുകളിലുള്ള ഡിപ്രീസിയേഷൻ ആണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. തൊട്ട് താഴെ വേറൊരു സെന്റൻസ് കൂടെ പറയുന്നുണ്ട്. സോൾഡ് ദ ഓൾഡ് ബിൽഡിംഗ് ഫോർ 4 lakh rupees. ഒരു 4 ലക്ഷം രൂപയുടെ ബിൽഡിംഗ് വിറ്റിട്ടുണ്ട്. അതുപോലെ തന്നെ പർച്ചേസ് എ ന്യൂ ബിൽഡിംഗ് ഫോർ 8 lakh in January 2020. എന്താണ്, ജാനുവരി 2020 8 lakhന്റെ ഒരു ബിൽഡിംഗ് വാങ്ങിയിട്ടുമുണ്ട്. അതുപോലെ തന്നെ പ്രീവിയസ് ഇയറിൽ ഒരു 4 ലക്ഷം രൂപയുടെ ബിൽഡിംഗ് സെയിൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാല്, ഇവിടെ ബിൽഡിംഗ് വാങ്ങുന്നത് ജാനുവരിയിലാണ്. അപ്പൊ ജാനുവരി, ഫെബ്രുവരി, മാർച്ച് 3 months അവിടെ ഉള്ളൂ. അങ്ങനെ പറഞ്ഞാൽ എന്താണ്, 180 daysന് താഴെയാണ് അത് ബിസിനസ്സിൽ യൂസ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഡിപ്രീസിയേഷന്റെ റേറ്റിന്റെ 50% ചാർജ് ചെയ്യാൻ പാടുള്ളൂ. 10% ആണ് ബിൽഡിങ്ങിന്റെ റേറ്റ് പറയുന്നത്. അപ്പൊ അതിന്റെ 5% എവിടെ ചാർജ് ചെയ്യാൻ പാടുള്ളൂ, ഈ 8 lakhന്റെ മുകളിൽ നമുക്ക് ചാർജ് ചെയ്യാൻ വേണ്ടിട്ട് പറ്റുള്ളൂ. ഓക്കെ, നമുക്ക് പ്രോബ്ലം ചെയ്യാം. കമ്പ്യൂട്ടേഷൻ ഓഫ് ഡിപ്രീസിയേഷൻ. ഓക്കെ, അപ്പൊ ആദ്യം ബിൽഡിംഗ്. ഓക്കെ, ബിൽഡിംഗ് എത്ര രൂപേന്റെ ബിൽഡിംഗ് അവിടെ ഉള്ളത്? 5 lakhന്റെ. ദെൻ ലെസ് സെയിൽ ഓഫ് ബിൽഡിംഗ് വിറ്റിട്ടുണ്ട് അല്ലെ? എത്ര രൂപേന്റെ ബിൽഡിംഗ് വിറ്റത്? 4 lakh. ഓക്കെ, 5 lakh minus 4 lakh that's equal to 1 lakh. അതാണ് റിട്ടേൺ ഡൗൺ വാല്യൂ എന്ന് പറയുന്നത്. ഈ 1 lakhന്റെ എത്രയാണ് ബിൽഡിങ്ങിന്റെ റേറ്റ് എന്ന് പറയുന്നത്? ബിൽഡിങ്ങിന്റെ റേറ്റ് എന്ന് പറയുന്നത് 10% ആണ്. 1 lakhന്റെ 10% that's equal to 10,000. ഓക്കെ, ഇതിനടുത്തത് പുതിയൊരു മെഷീനറി വാങ്ങിയിട്ടുണ്ട്.
പർച്ചേസ് ഓഫ് മെഷീനറി എത്രയാണ് 8 ലാഖിന്റെ മെഷീനറി അല്ല സോറി ബിൽഡിംഗ് പർച്ചേസ് ഓഫ് ബിൽഡിംഗ് 8 ലാഖിന്റെ ഒരു ബിൽഡിംഗ് വാങ്ങിയിട്ടുണ്ട്. പക്ഷെ അത് വാങ്ങുന്നത് ജാനുവരി മാസത്തിലാണ്. വിച്ച് മീൻസ് പ്രീവിയസ് ഇയറിൽ 180 ഡേയ്സിന് ബിലോ ആണ് ആ ബിൽഡിംഗ് യൂസ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ പറഞ്ഞാൽ നോർമലി ഉള്ള റേറ്റ് 10% ആണ്. 10%ന്റെ പകുതി 5%. ഓക്കെ, അപ്പൊ 8 ലാഖിന്റെ 5%. 8 ലാഖിന്റെ 5% എന്ന് പറയുമ്പോ 40,000. ഓക്കെ, ഇതിന് അടുത്ത അസറ്റ് എടുത്ത് എഴുതുക ഫർണിച്ചറിന്റെ എമൗണ്ട് എത്രയാണ്? ക്വസ്റ്റ്യൻ നോക്കുക, എമൗണ്ട് എത്രയാണ് നോക്കുക. ഫർണിച്ചറിന്റെ എമൗണ്ട് പറയുന്നത് 1 lakh. ഡിപ്രീസിയേഷൻ റേറ്റ് എന്ന് പറയുന്നത് 10%. 1 lakhന്റെ 10% 10,000. ഓക്കെ, ഇതിനടുത്ത് പറയുന്ന അസറ്റ് എന്ന് പറയുന്നത് കാർ ഫോർ ഒഫീഷ്യൽ യൂസ്. എത്ര രൂപയുടെ കാറാണ്? 4 lakh. എമൗണ്ട് എഴുതി 4 lakh. കാറിന് നമ്മൾ ചാർജ് ചെയ്യുന്ന ഡിപ്രീസിയേഷൻ റേറ്റ് എന്ന് പറയുന്നത് 15% ആണ്. അപ്പൊ 4 lakhന്റെ 15% 60,000. ഇനി ഏതൊക്കെ അസറ്റ് ഉള്ളത്? ഇനി ബുക്കും ഉണ്ട്, കമ്പ്യൂട്ടേഴ്സും ഉണ്ട്. അടുത്തത് ബുക്ക്. ആനുവൽ പബ്ലിക്കേഷനിലുള്ള ബുക്കാണ്. എത്ര ബുക്കിന്റെ റേറ്റ് എത്ര പറയുന്നത്? 50,000. 50,000. ബുക്കിന് നമ്മൾ ചാർജ് ചെയ്യുന്ന റേറ്റ് എന്ന് പറയുന്നത് 40% ആണ്. 50,000ത്തിന്റെ 40% 20,000. ഓക്കെ, ലാസ്റ്റ് അസറ്റ് കമ്പ്യൂട്ടേഴ്സ്. എത്ര രൂപേന്റെ കമ്പ്യൂട്ടർ വാങ്ങിയത്? ക്വസ്റ്റ്യൻ നോക്കുക. 2 lakh. 2 lakhന്റെ കമ്പ്യൂട്ടേഴ്സ് ആണ് വാങ്ങിയത്. 40% കമ്പ്യൂട്ടറിന്റെ മുകളിൽ നമ്മൾ ചാർജ് ചെയ്യുന്ന ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് 40%. അപ്പൊ 2 lakhന്റെ 40% 20,000 80,000. അപ്പൊ നമ്മള് ഓരോ അസറ്റിന്റെയും മുകളിലുള്ള റേറ്റ് വെച്ചിട്ടുള്ള ഡിപ്രീസിയേഷൻ കണ്ടു. അപ്പൊ ഇതൊക്കെ ഓരോ ബ്ലോക്ക് ഓഫ് അസറ്റ് ആണ്. ബിൽഡിംഗ് ഒരു ബ്ലോക്ക് ആണ്, ഫർണിച്ചർ ഒരു ബ്ലോക്ക് ആണ്, ബുക്കും ഒരു ബ്ലോക്ക് ഓഫ് അസറ്റ് ആണ്, കമ്പ്യൂട്ടർ ബ്ലോക്ക് ഓഫ് അസറ്റ് ആണ്. അപ്പൊ ഓരോ ബ്ലോക്ക് ഓഫ് അസറ്റിന്റെ മുകളിലും ഓരോ റേറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ ഉണ്ടാവാം. അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഡിപ്രീസിയേഷൻ കണ്ടു. ഇത് ടോട്ടൽ ചെയ്യാം. 2,20,000. ടോട്ടൽ ചെയ്യുന്ന സമയത്ത് 2,20,000 2,20,000. അതിന്റെ നേരെ എഴുതുക ടോട്ടൽ ഡിപ്രീസിയേഷൻ. Okay. Hope all of you understand this problem. That's all today. ഇതിന്റെ കൂടെ തന്നിട്ടുള്ള ഹോംവർക്ക് കൂടെ ഒന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കണം. ഓക്കെ, താങ്ക് യു.